ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് പ്ലാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ UPSC ഫെയിൽഡ് സ്റ്റോറി നിങ്ങളായിട്ട് പങ്കുവരണം. പിന്നെ എൻ്റെ UPSC ജേണിയും നിങ്ങളോട് സംസാരിക്കണം. എങ്ങനെ UPSC ആസ്പിരൻ്റ് ആയി അതും കൂടി നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. സോ അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. പിന്നെ കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്, പിന്നെ ഞാൻ ഇപ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഞാൻ ഇപ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. 2025 എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് വരുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് 2022 2022 എനിക്ക് പ്രിലിംസ് സ്റ്റേജിൽ തന്നെ എനിക്ക് കിട്ടിയില്ല, എനിക്ക് പൊട്ടിപ്പോയി, ഫെയിലായി, അത് കാരണം കിട്ടിയില്ല. പിന്നെ IAS എന്നുള്ളൊരു ഡ്രീം, IAS എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. കളക്ടർ അത് മാത്രമേ എനിക്കറിയുള്ളൂ. എന്നോ ചെറുപ്പത്തിൽ കളക്ടർ എന്ന് പറഞ്ഞൊരു ഇത് എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ് ആദ്യം. പിന്നെ ടീച്ചേഴ്സെല്ലാം ചോദിക്കുമ്പോൾ എന്താണോ എന്ന് ടീച്ചേഴ്സ് ചോദിക്കുമായിരുന്നു ഓരോ ക്ലാസ്സിൽ. അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് കളക്ടർ ആണോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ കളക്ടർ ആവണമെന്നുള്ളൊരു ഡ്രീം അവനെ ഇഗ്നോർ ചെയ്തേക്ക്, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കളക്ടർ ആവണമെന്നുള്ള ഡ്രീം എൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ പഠിച്ച് 10th ഞാൻ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10th എന്തെന്നാ SSLC ഒരു പേടിയുള്ളത് കൊണ്ട് മാത്രം ഞാൻ പഠിച്ചതാണ് 10th. മാത്സൊക്കെ ഞാൻ വളരെ വീക്കായിരുന്നു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഭയങ്കര വീക്കായിരുന്നു ഞാൻ. എപ്പോഴും ഞാൻ തോക്കുമായിരുന്നു. പക്ഷേ ഞാൻ ട്യൂഷന് പോയി. SSLC അങ്ങനെ ഒരു പേടിയുള്ളത് കാരണം ഞാൻ ട്യൂഷൻ പോയി പഠിച്ച് ഏകദേശം എനിക്കൊരു 70% മാർക്ക് എനിക്ക് SSLC കിട്ടി. 3 A+ ആണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടറാണ് എടുത്തത്. കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് യാതൊരു വിവരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 10 കഴിഞ്ഞ് ഇതിന് പോയിട്ടുണ്ടെങ്കിൽ എന്താവാം, അങ്ങനെ ഒരു വിവരവും കാര്യങ്ങളൊന്നും ഇല്ല, ആരും പറഞ്ഞു തരാനും ഇല്ല. അപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ അച്ഛായിക്കാണെങ്കിലും അമ്മച്ചിക്കാണെങ്കിലും അത്രയധികം പഠിപ്പൊന്നുമില്ല. അവർ അച്ഛനാണെങ്കിൽ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, അമ്മയാണെങ്കിൽ 9ാം ക്ലാസ്, അവർക്ക് അത്ര അറിയത്തുള്ളൂ. സോ നമുക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ആരുമില്ല. അപ്പം ഫാമിലിയിലെല്ലാവരും പറഞ്ഞു, 10 കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ എടുക്കണം എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഏജിൽ ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിക്ക് പോകാം എന്നുള്ളൊരു ഐഡിയ മാത്രമല്ല, ആകെ IAS ആവണം എന്നൊരു ഡ്രീം മാത്രമുണ്ട്. പക്ഷേ എന്തൊക്കെ പഠിക്കണം അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ ഹ്യൂമാനിറ്റീസ് എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമാനിറ്റീസ് പഠിക്കാത്ത പിള്ളേർ എടുക്കുന്ന വിഷയമാണ്, അധികം മാർക്കില്ലാത്ത പിള്ളേർ എടുക്കുന്ന വിഷയമെന്നും പറഞ്ഞാണ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ അമ്മേനോട് എല്ലാവരൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടേ എന്നെ കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടറിന് വെച്ചു. എനിക്ക് കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ എടുത്തു. പക്ഷേ ഇന്ന് എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ എടുക്കത്തില്ലായിരുന്നു. ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് തന്നെ പോയി എടുത്താനേ. കാരണം നമുക്കൊരു ബേസ് കിട്ടും. ഹ്യൂമാനിറ്റീസിൽ UPSCക്ക് വേണ്ട ആ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ആ NCERT തന്നെയാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അന്ന് പഠിച്ച NCERT ഞാനിപ്പോൾ ഇരുന്ന് വായിക്കുന്നുണ്ട്. സോ ഇതൊക്കെ അന്ന് തന്നെ പഠിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ടീച്ചറിൻ്റെ അസിസ്റ്റൻസ് അന്ന് കിട്ടിയാനേ, അപ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായാനേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ പഠിച്ചു. ആ സമയത്താണ് ഞങ്ങൾക്ക് CAക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്കറിയാമായിരുന്നു. എൻ്റെ പരിചയമുള്ളവരൊക്കെ തന്നെ പറഞ്ഞായിരുന്നു, നാട്ടുകാരായാലൊക്കെ പറഞ്ഞായിരുന്നു, IAS ആവണമെങ്കിൽ, കളക്ടർ ആവണമെങ്കിൽ 5 വർഷത്തെ പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഞാൻ വിശ്വസിച്ചായിരുന്നു. അന്ന് എനിക്ക് അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിശ്വസിച്ചു, 5 വർഷം പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ CAക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ നമുക്ക് CA പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും, ഭയങ്കര വലിയ ശമ്പളത്തിൽ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലി സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പോൾ നല്ല ജോലി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് CAക്ക് പോയിട്ട് പിന്നെ കളക്ടറിന് ആവാൻ പോവാം, IAS ആവാൻ പോവാം എന്ന ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. +2 ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. കാരണം ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായ, തലക്ക് അകത്ത് ബോധം വെച്ചു, പഠിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കി. അത് കാരണം ഞാൻ നന്നായി തന്നെ പഠിച്ചു. എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു +2-ന്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ ചേർന്നു. ചേർന്ന് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിലോട്ട് ഒരു സ്മാർട്ട് ഫോൺ കടന്നു വരുന്നത്. കാരണം ആ സ്മാർട്ട് ഫോണാണ് ഈ IASനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്നെ സഹായിച്ചത്. അതുവരെ എൻ്റെ വീട്ടിൽ ആകെ ഒരു കീപാഡിൻ്റെ ഫോണിനെ ഉണ്ടായിരുന്നുള്ളൂ, മൈക്രോമാക്സ് ആണെന്ന് തോന്നുന്നു, ആ ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് ഫോൺ കിട്ടിയപ്പോഴാണ് നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട്
അതുവരെ എനിക്ക് CA പഠിച്ചിട്ട് IASന് പോകാം എന്നായിരുന്നു. പക്ഷേ കോളേജ് ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര ഇമോഷണൽ പേഴ്സണാണ്. ഭയങ്കര പെട്ടെന്ന് എനിക്ക് ഇമോഷണൽ ആവും. അതായത് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചിലപ്പോൾ അവരത് അങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആയിരുന്നു ഞാൻ ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ എനിക്കൊരു ബാഡിൽ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു പ്രായത്തിൽ അതുകൊണ്ടായിരിക്കാം എനിക്കത് വല്ലാണ്ട് അങ്ങ് ഹേർട്ടായി. വല്ലാണ്ട് ചിലപ്പോൾ ഞാനപ്പോൾ കോളേജ് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു വർഷം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ കണ്ടിന്യൂ ചെയ്തതാണ് ആ ഒരു കോളേജ്. അപ്പോൾ ആ ഒരു സംഭവം ആ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി എൻ്റെ ലൈഫിൽ. കാരണം അതുവരെ CAക്ക് പോയിട്ട് CA ആയി കഴിഞ്ഞിട്ട് IASന് പോകാം എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് CAക്ക് പോകണ്ട, എനിക്ക് IASന് പോയാൽ മാത്രം മതി, IAS മാത്രം മതി എനിക്കെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അവിടുത്തെ കോളേജ് ലൈഫ് കംപ്ലീറ്റ് ചെയ്തു. കോളേജ് ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്കപ്പോൾ തന്നെ പോകണമെന്നായിരുന്നു, IAS കോച്ചിങ്ങിന് പോകണമെന്നായിരുന്നു. അപ്പോഴേക്കും എനിക്കറിയാവുന്നത് ഡൽഹിയിൽ മാത്രമേ നല്ല ഇത് ഉള്ളൂ എന്ന് മാത്രമേ എനിക്കറിയാവുന്നത്. മിക്കവരും ഇറങ്ങുന്നതൊക്കെ ഡൽഹിയിൽ നിന്നുള്ള പഠിക്കുന്ന ആൾക്കാരാണ് ഇറങ്ങുന്നത്, ടോപ്പേഴ്സൊക്കെ ആവുന്നത്. ആ ഒരു ഏരിയയിലുള്ളവരൊക്കെയാണ്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഗൂഗിളിലായാലും ഒക്കെ. സോ അപ്പോൾ എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു. പിന്നെ കോച്ചിങ്ങിന് പോയവർ മാത്രമേ പാസ്സാവുള്ളൂ അങ്ങനെയുള്ളൊരു ഇതും ഉണ്ടായിരുന്നു ഞാനിങ്ങനെ നോക്കിയ സമയത്ത്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, കോച്ചിങ്ങിന് പോകാനാണെങ്കിൽ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. പിന്നെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വളരെ കോളേജ് കഴിഞ്ഞപ്പോൾ വളരെയധികം മോശമായിരുന്നു. സോ അച്ഛന് വയ്യാതിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് വിചാരിച്ചു, ഒരു ജോലിക്ക് പോയിട്ട് ക്യാഷ് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട്, കുറച്ച് ക്യാഷ് സേവ് ചെയ്ത് വെച്ചിട്ട് അതായിട്ട് കോച്ചിങ്ങിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ഇതിൽ സെയിൽസ് സ്റ്റാഫായിട്ട് ജോലിക്ക് പോയി. അവിടെ ഒരു 1.5 വർഷം നിന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഞങ്ങളുടെ ഫിനാൻഷ്യലി സ്റ്റേബിളായി. വീട്ടിലെ അവസ്ഥ കാര്യങ്ങളൊക്കെ സേവായി. അത്യാവശ്യം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഞാൻ ചൊല്ലിക്കൂടി വെച്ചായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും 1.5 വർഷം കഴിഞ്ഞപ്പോൾ മിക്കവരുടെയും റിസൾട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവരുടെ ഓരോ വീഡിയോസും ഇങ്ങനെ നമ്മളിങ്ങനെ ന്യൂസ് ചാനലൊക്കെ പോയി അവരുടെ ഇൻ്റർവ്യൂസൊക്കെ എടുത്തില്ലേ, അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ യൂട്യൂബിൽ കാണുന്ന അതൊക്കെയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം, ഞാനിപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അത് മാത്രമായിപ്പോലും. എനിക്ക് ആ സമയമൊന്നും അറിയത്തില്ലായിരുന്നു. നമുക്ക് എൻ്റെ ആ ഒരു വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 മണിക്കൂറൊക്കെ പഠിക്കണം. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഡൗട്ടൊക്കെ ഇല്ലേ, അന്ന് ആ ഒരു ബിഗിനർ സ്റ്റേജിൽ എനിക്കും ഉണ്ടായിരുന്നു ആ ഡൗട്ട്. അന്ന് ഞാൻ വിചാരിച്ചത് അതായിരുന്നു, 16 മണിക്കൂറൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണോ വേണ്ടയോ ക്വിറ്റ് ചെയ്യണോ അങ്ങനൊരു മനസ്സിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനോട് ചോദിച്ചു, അമ്മ ഞാൻ ജോലി ക്വിറ്റ് ചെയ്തോട്ടെ, റിസൈൻ ചെയ്തോട്ടെ എന്ന് പോയി ചോദിച്ചു. അപ്പോഴാണെങ്കിൽ അമ്മ പറഞ്ഞു, ഇത് ഞാൻ നിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പറയാൻ നിൽക്കുമായിരുന്നു, നീ ക്വിറ്റ് ചെയ്തോ, ജോലി റിസൈൻ ചെയ്യ്, എന്നിട്ട് പഠിക്കാൻ നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയാലോ, പിന്നെ ഇനി എന്ത് നോക്കാൻ. ഞാനങ്ങ് സ്പോട്ടിൽ പോയി അന്നേ ദിവസം തന്നെ പോയി റിസൈൻ കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു 15 ദിവസം പീരീഡ് നിൽക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സാർ നിൽക്കണ്ടേ, ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കോച്ചിങ്ങിന് പോകണം, ക്ലാസ് തുടങ്ങും, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ റിസൈൻ ഇട്ട്. ആ ഒരു 15 പീരീഡ് പോലും എത്രയോ പീരീഡൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു സാറ്. ഞാൻ ആ ഒരു ടൈം പോലും നിന്നില്ല. അന്ന് തന്നെ ഞാൻ പോയിട്ട് ആ ദിവസം തന്നെ പോയി എറണാകുളത്ത് നമ്മുടെ സെൻറ്റ് തെരേസാസ് കോളേജ്, ഇവിടെ എറണാകുളത്തുള്ളവർക്ക് അറിയായിരിക്കും സെൻറ്റ് തെരേസാസ് കോളേജ്, പിന്നെ മഹാരാജാസിൻ്റെ ബാക്കിൽ കുറച്ച് ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ UPSC റിലേറ്റഡ് ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നെറ്റിൽ നോക്കി കുറേ ബുക്സ്, ഇന്ന വിഷയത്തിന് ഈ ബുക്ക് വേണം, അത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചായിരുന്നു. ആ ബുക്കെല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങി. ഓഗസ്റ്റിലാണ് 2021 ഓഗസ്റ്റിലാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ടോപ്പേഴ്സിൻ്റെ വീഡിയോ കാണുന്നവരുത്. അപ്പോൾ ടോപ്പേഴ്സിൻ്റെ വീഡിയോ കാണാൻ നേരത്ത് അവർ ഏത് ബുക്ക് ആ വർഷത്തെ ടോപ്പേഴ്സ് ഏത് ബുക്ക് ഫോളോ ചെയ്യുന്ന ആ ബുക്കും കൂടി ഞാൻ വാങ്ങിക്കും. എന്നിട്ട് ഞാനത് ഇരുന്ന് വായിക്കും. അങ്ങനെ അത് മൾട്ടിപ്പിൾ ബുക്ക് റീഡ് ചെയ്തത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങളത് ആവർത്തിക്കരുത്. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം ലാസ്റ്റ്. അങ്ങനെ
ഓഗസ്റ്റിൽ പ്രിപ്പറേഷൻ തുടങ്ങി. കുറേ സ്റ്റാൻഡേർഡ് ബുക്സ് വായിച്ചത്, അതിരുന്ന് പഠിക്കാൻ നോക്കി. കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴും ഓപ്ഷണൽ സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ അപ്പോഴും കൺഫ്യൂഷനായിരുന്നു. ഓഗസ്റ്റിൽ ഏത് ഓപ്ഷണൽ വേണം എന്ന് ചൂസ് ചെയ്ത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ അതിൻ്റെ സിലബസും ഒക്കെ നോക്കി അവസാനം ഏറ്റവും ലാസ്റ്റ് ഡിസംബറിലായപ്പോഴാണ് ഞാൻ എൻ്റെ ഓപ്ഷണൽ ഡിസംബർ ഒരു 20, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് 28-നാണ് ഞാൻ എൻ്റെ ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഓപ്ഷണൽ ഉണ്ടായിരുന്നു ഞാൻ അവസാനമായിട്ട് ചൂസ് ചെയ്തത്. ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ആന്ത്രപ്പോളജി ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ആന്ത്രപ്പോളജി ചൂസ് ചെയ്യാൻ കാരണം ഇനി കുറച്ച് മാസം ഉണ്ടായിരുന്നുള്ളൂ, 4-5 മാസം പ്രിലിംസ് എക്സാമിനുള്ളത്. സോ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് ഉള്ള ഓപ്ഷണൽ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആന്ത്രപ്പോളജി എടുത്തത്. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ആ വർഷത്തെ ടോപ്പർ ആന്ത്രപ്പോളജി ആയിരുന്നു അയാളുടെ ഓപ്ഷണൽ ആയിരുന്നത്. പിന്നെ ആന്ത്രപ്പോളജി ഏറ്റവും നല്ല സ്കോറിങ്ങുമാണ്, അത് കാരണം കൂടിയാണ് ആന്ത്രപ്പോളജി എടുത്തത്. അങ്ങനെ ജാനുവരി ഒക്കെ ആയപ്പോഴും എൻ്റെ CSAT ഒന്നും കംപ്ലീറ്റ് അല്ല, സ്റ്റാൻഡേർഡ് ബുക്സ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സബ്ജക്റ്റിന് തന്നെ പല ബുക്ക് റീഡ് ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഹിസ്റ്ററിക്ക് തന്നെ എൻ്റെ സ്പെക്ട്രം ഉണ്ടാവും, ബിപിൻ ചന്ദ്ര ഉണ്ട്, പിന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ ബിപിൻ ചന്ദ്രയുടെയും മൃദുല മുഖർജിയുടെയും ബുക്കുണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ ഹിസ്റ്ററിക്ക് തന്നെ എൻ്റെ കയ്യിൽ ഇത്രയും ബുക്കുണ്ട്. ഞാൻ ഈ ബുക്കൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. കാരണം നമുക്ക് ആ ഒരു വായന മാത്രം പോരാ UPSCക്ക്, അത് നമ്മൾ റിവിഷൻ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നന്നായി റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ നന്നായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് മെയിൻസിന് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആൻസർ റൈറ്റിംഗ് ഞാൻ ചെയ്തിട്ടേ ഇല്ല ആ ഒരു സമയത്ത്. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമ്പോൾ ജാനുവരിയിൽ CSAT ഒന്നും എൻ്റെ കംപ്ലീറ്റ് ചെയ്യില്ല. ജാനുവരി ആയപ്പോഴേക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സ്റ്റാൻഡേർഡ് ബുക്സ് കഴിഞ്ഞിട്ടുള്ള CSAT ഒന്നും ആയിട്ടുള്ള, മെയിൻസിന് ആൻസർ റൈറ്റിംഗ് ചെയ്തിട്ടുള്ള, പിന്നെ ഇതെല്ലാം തീർക്കാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ഈ സ്റ്റാൻഡേർഡ് ബുക്സൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ CSAT പഠിക്കാൻ നോക്കിയിട്ട് അങ്ങനെ CSAT ലാസ്റ്റ് അതാണ് ഏറ്റവും വലിയ തെറ്റായി പോയത്. അത് കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് പറയാം. അങ്ങനെ ഉറങ്ങാതിരുന്നപ്പോൾ ഹെൽത്ത് ഭയങ്കര വീക്കായി. അങ്ങനെ ഓരോരോ രോഗങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല മര്യാദക്ക്. ഞാൻ 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഞാൻ 2 മണിക്കൂർ എൻ്റെ ഉറക്കം ഒഴിവാക്കിയിട്ട് ഞാൻ പഠിക്കാനിരുന്നു. പക്ഷേ അത് കാരണം എൻ്റെ ഹെൽത്ത് ഭയങ്കര ശോചനീയമായ അവസ്ഥയിലായി. പിന്നെ മര്യാദക്ക് ഫുഡ് കഴിക്കത്തില്ല, അത് വേറൊരു കാരണം. വെള്ളം കുടിക്കത്തില്ല, അത് വേറൊരു കാര്യം. കാരണം എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല. ഒരു പഠിച്ച് പോർഷൻ തീരാനുള്ള ഒരു ടെൻഷനിൽ ഇതൊക്കെ ഒഴിവാക്കി ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഹെൽത്തിനെ അവോയ്ഡ് ചെയ്തു. സോ ഒബ്വിയസ്ലി നമുക്ക് ശരീരത്തിന്, നമ്മുടെ ഒരു ബോഡിക്ക് കിട്ടേണ്ട ആവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വെള്ളം, ഭക്ഷണം, പിന്നെ ഉറക്കം, എക്സസൈസ്. ഇതൊന്നും കിട്ടാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അത് പല വിധത്തിൽ റിയാക്ട് ചെയ്യും. എൻ്റെ റിയാക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും, പിന്നെ എനിക്ക് പല അസുഖങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നു. വെള്ളം കുടിക്കാത്തില്ലായിരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ വന്ന് അത് നല്ല കൂടി. പിന്നെ എന്ത് ഫുഡ് കഴിച്ചാലും വൊമിറ്റ് ചെയ്യും, അങ്ങനെ ഒരു അവസ്ഥയായി. അങ്ങനെ 1 മാസം ഫുള്ള് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന വെച്ചു. എനിക്ക് മാർച്ച് എൻ്റെ ബർത്ത്ഡേ മന്തൊക്കെ ഞാൻ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമായിരുന്നു. പിന്നെ പ്രിലിംസ് എക്സാം എഴുതുന്നതും എനിക്ക് പനിയായിട്ടാണ് ഞാൻ പ്രിലിംസ് എഴുതുന്നത്. അങ്ങനെ പ്രിലിംസ് പോയി. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കാൻ വേണ്ടി അത്ര ഒന്നും പഠിച്ചിട്ടില്ല. ഇൻ കേസ് തട്ടിമുട്ടിയും ഞാൻ പ്രിലിംസ് പാസ്സായാൽ പോലും മെയിൻസിന് പൊട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷേ എങ്കിലും റിസൾട്ട് വന്ന ദിവസം എല്ലാ ആസ്പിരൻസിനെയും പോലെ ഞാനും നല്ല പ്രതീക്ഷയിലിരുന്ന് വെച്ചു, എന്തെങ്കിലും ഇനി ഭാഗ്യം കൊണ്ട് ഇനി ഞാൻ ജയിച്ചാലോ, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ റിസൾട്ട് വന്നു. ആ തോൽവി, സത്യം പറഞ്ഞാൽ തോൽവിയുടെ ഭയങ്കരമാണ്, ആഘാതം ഭയങ്കര കേട്ടോ. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു എക്സാം നമ്മൾ തോക്കാന്നൊക്കെ പറയുന്നത് ഇത്തിരി നല്ല വിഷമമുള്ള ഒരു കാര്യമാണ്. ആ ഒരു സ്റ്റേജിൽ പ്രത്യേകിച്ച് ഞാൻ നല്ലൊരു ഇമോഷണൽ പേഴ്സണും കൂടി ആകുമ്പോൾ, ഞാൻ റിസൾട്ട് വന്ന ദിവസം ഞാൻ അമ്മേനെ കെട്ടിപ്പിടിച്ച് കുറേ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ആരും എന്നെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
റിലേറ്റീവ്സില്ല, അമ്മ, പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ, പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട്, അവരെല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ നമുക്ക് അറ്റംപ്റ്റ്, ഇനി നമുക്ക് ട്രൈ ചെയ്യാം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്ന അവരെന്നെ സംസാരിച്ചിട്ടൊന്നുമില്ല. ഇന്നേ വരെ അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അവർ എല്ലാവരും. എൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിലും അവൻ എനിക്ക് എൻ്റെ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഞങ്ങൾ റിലേഷൻഷിപ്പിലായത്. ഇപ്പോൾ ഇന്ന് വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് സപ്പോർട്ടായിട്ട്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഏത് നേരം എന്നോട് ഇരുന്ന് പഠിക്കാൻ പറയും, അങ്ങനത്തെ ഒരു ഇതാണ് അവൻ. അത് കഴിഞ്ഞിട്ട് തോറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു 1 മന്ത് ഞാൻ എൻ്റെ സ്റ്റഡീസിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു, ഒരു കംപ്ലീറ്റ് ബ്രേക്ക്. അതായത് എനിക്ക് കുറച്ച് ഒന്ന് ഹീൽ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു തോറ്റതിൻ്റെ. എനിക്കറിയാമായിരുന്നു ഞാൻ പഠിക്കാത്ത കാരണം തോറ്റെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ തോന്നലായിരുന്നു. പക്ഷേ ഞാൻ മര്യാദക്ക് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, കുറ്റബോധം ഉണ്ടായിരുന്നു. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1 മന്ത് ഞാൻ ബ്രേക്ക് എടുത്തു പഠിത്തത്തിൽ നിന്ന്. എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. വീട്ടുകാരോട് കുറേ മിണ്ടാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു പഠിത്തത്തിന് വേണ്ടിയിട്ട്. വീട്ടുകാരിൽ നിന്നൊക്കെ കുറച്ച് അധികം അങ്ങനെ മിണ്ടാറൊന്നുമില്ല. പിന്നെ തോറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടുകാരോട് കുറേ മിണ്ടാൻ തുടങ്ങി. ഇഷ്ടമുള്ള എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന കുറച്ച് പ്ലേസസ് ഉണ്ട്, അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിച്ചു, സിനിമ കാണാൻ പോയി. അങ്ങനെ എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഡ്രോയിങ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത്. അത് കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പ്രിപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ച് എന്താണ് എൻ്റെ പ്രശ്നം, UPSC ആയിട്ട് എനിക്ക് എന്താ പ്രശ്നമെന്ന് കുറേ ഇങ്ങനെ ഇങ്ങനെ കുറേ ചിന്തിച്ച് നോക്കി. അപ്പോഴാണ് എന്നിട്ട് ഞാൻ ആ ബുക്കിൽ എഴുതി വെച്ച കാര്യമാണ്, എനിക്ക് UPSCക്ക് ക്വസ്റ്റ്യന് എങ്ങനെ ഉത്തരം എഴുതണമെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് എന്താ പഠിക്കണ്ടേ എന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാനുള്ളൊരു തിരക്കിലായിരുന്നു. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമല്ലോ നമുക്ക്, അതിനുള്ള തിരക്കിലായിരുന്നു. അതിന് എൻ്റെ തലയിൽ ആദ്യം വന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിരുന്നില്ല ആ ഒരു സമയം. അത് കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പേ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കാണാം, അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കുറേ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ട്രസ്റ്റ് മീ, അത് എനിക്ക് ബെനിഫിഷ്യലായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്, ഒരു ജയിച്ച ഒരാൾ പറയുന്നതാണ്. അതായത് UPSC ഫെയിൽഡ് ആയവർക്ക് നമുക്ക് UPSCയിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് UPSC തോറ്റവർക്ക് ആവുമെന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ UPSC ഫെയിൽഡ് ആയവരുടെ വീഡിയോസ് ഇരുന്ന് കാണാൻ തുടങ്ങി. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അവരും അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സെയിം മിസ്റ്റേക്കാണല്ലോ ഞാൻ ആവർത്തിച്ചതെന്ന് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ പറയാം ആ ഒരു വീഡിയോ കണ്ടിട്ട്. പിന്നെ എനിക്കും മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത തെറ്റുകൾ, ഒന്നാമത്തേത്, ഞാൻ ഒരു കൊമേഴ്സ് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ്. സോ എനിക്ക് ഈ സോഷ്യൽ സയൻസ് സബ്ജക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ NCERT വായിച്ചില്ല, അത് ഒന്നാമത്തെ തെറ്റ്. NCERT വായിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് NCERT വായിക്കുന്നത്. പിന്നെ NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് UPSCക്ക് ചോദിക്കുന്നുണ്ട്, പ്രിലിംസിനൊക്കെ ചോദിക്കുന്നുണ്ട്, മെയിൻസിനും ചോദിച്ചിട്ടുണ്ട്. സോ NCERT വായിച്ചിട്ടില്ല, അത് ഒന്നാമത്തെ തെറ്റ്. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCERT വായിക്കാതെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സ് പോയി വായിക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു കുട്ടിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. എസ്പെഷ്യലി ആ ഒരു കുട്ടി ഒരു ബിഗിനറാണ്, അതിന് കോച്ചിങ്ങിനും കൂടി പോണില്ല എങ്കിൽ ഇത്രയും കൂടി ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അത് ഒറ്റയ്ക്കൊന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക്. ഞാൻ ഈ NCERT ഒന്നും വായിക്കാതെ ആദ്യം പോയി ലക്ഷ്മികാന്ത് പോയി വായിച്ചു. സ്റ്റാൻഡേർഡ് ബുക്സാണ് ഞാൻ വായിച്ചത്. ലക്ഷ്മികാന്ത് വായിച്ച് സത്യം പറയാം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. എസ്പെഷ്യലി ഈ ബ്രിട്ട് ജൂറിസ്ഡിക്ഷൻ അതിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ യൂട്യൂബിൻ്റെ ഹെൽപ്പ് കിട്ടിയായിരുന്നു. സോ ഇൻ കേസ് നിങ്ങൾക്ക് കോച്ചിങ് ഇല്ല എങ്കിൽ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ NCERT നന്നായിട്ട് വായിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ
ആ ഒരു ടോപ്പിക്ക് UPSC ക്ലാസ് എന്ന് പറഞ്ഞാൽ UPSC എന്ന് പറഞ്ഞാൽ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്ലാസ്സസ് എടുക്കുന്നത് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ട് അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ചെയ്ത രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പേഴ്സ് ഇങ്ങനെ ജയിക്കാൻ നേരത്തും ഞാനിങ്ങനെ നോക്കുമായിരുന്നു അവർ ഫോളോ ചെയ്ത ബുക്ക്സ് ഏതൊക്കെയാണെന്നിങ്ങനെ ഞാൻ നോക്കുമായിരുന്നു. സോ ആ ബുക്ക് എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബുക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർ പാസ്സായത് എന്നായിരുന്നു ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത്. സോ അതെൻ്റെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മൾട്ടിപ്പിൾ ബുക്ക്സ് റീഡ് ചെയ്യായിരുന്നു. ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഹിസ്റ്ററിക്ക് തന്നെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഹിസ്റ്ററിക്ക് മോഡേൺ ഇന്ത്യ ബിപിൻ ചന്ദ്രയുടെ ഉണ്ടായിരുന്നു, സ്പെക്ട്രം ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര, മറ്റേ മൃദുല മുഖർജി, ഇതിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്ക്സ് വായിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് ടൈമില്ല. ഈ എല്ലാ കാര്യം ഇഷ്ടം പോലെ സബ്ജക്റ്റ് നമുക്ക് വായിക്കാനും കവർ ചെയ്യാനും ഉണ്ട്. സോ ഈ സ്റ്റാൻഡേർഡ് ബുക്ക്സ് തീർന്നിട്ട് വേണം നമുക്കത് മര്യാദയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി. മര്യാദയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകും. നമുക്കൊരു യൂസ്ഫുൾനെസ്സും ഉണ്ടാവത്തില്ല. നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും നമുക്ക് ഈസി ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അതിന് യൂസ്ഫുൾനെസ് ഉണ്ടാവുള്ളൂ, നമ്മൾ വായിച്ചതിന് ഗുണം ഉണ്ടാവുള്ളൂ. ഈ ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്ക്സ് വായിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും ടൈം പോവുകയാണ്. സോ അത്രയും ടൈം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടില്ല, ചിലപ്പോൾ വേറൊരു സബ്ജക്റ്റിന് പഠിക്കാൻ ടൈം കിട്ടില്ല, അങ്ങനെ നമ്മുടെ ടൈം പോകും. സോ അതൊരു കാരണമായിരുന്നു. പിന്നെ ഓപ്ഷണൽ ഞാൻ വേഗം സെലക്ട് ചെയ്തില്ല. ഞാൻ ഓപ്ഷണൽ എൻ്റെ എടുക്കുന്നത് ഡിസംബറിൽ എടുത്തിട്ട് എനിക്ക് ഇനഫ് ടൈം എൻ്റെ ഓപ്ഷണൽ കൊടുക്കാനുണ്ടായിട്ടുള്ള അതൊരു തെറ്റായിരുന്നു. ഓപ്ഷണൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓപ്ഷണൽ എടുക്കുക. ഓപ്ഷണലിൻ്റെ സിലബസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഒരു ഓപ്ഷണൽ സെലക്ട് ചെയ്യുക. ഏകദേശം ഒരു മിഡിൽ പോർഷൻ ലാസ്റ്റത്തേക്ക് വെക്കാതെ നിങ്ങളൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിൽ തന്നെ ഓപ്ഷണലിന് വേണ്ടി ടൈം കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ രീതിക്കും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആൻസർ റൈറ്റിംഗ് എല്ലാം ചെയ്ത് പക്കയാക്കി വയ്ക്കുക. കാരണം ഓപ്ഷണൽ UPSCനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിം ചേഞ്ചറാണ് ഓപ്ഷണൽ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് തന്നെ ഓപ്ഷണലായിരിക്കും ചില സമയത്തൊക്കെ. കാരണം നിങ്ങൾക്ക് ഒരു 300+ ടോപ്പർ ആവണമെങ്കിൽ, അതായത് IAS ഒക്കെ സ്വപ്നം കാണുന്നവർ ഒരു 300 ഒരു 280 എബോ ആ ഒരു റേഞ്ചിലൊക്കെ ഓപ്ഷണൽ സ്കോർ ചെയ്തിരിക്കണം. എങ്കിലായിരിക്കും അവരുടെ റാങ്ക് അത്രയും ഉയരുള്ളൂ. ഒരു 100 ഉള്ളിൽ നിൽക്കുന്നവർക്കായിരിക്കും IAS എപ്പോഴും അലോട്ട് ചെയ്യുന്നത്. സോ IAS എടുക്കുന്നവർക്ക് റാങ്ക് ഉയർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഓപ്ഷനിൽ നന്നായിട്ട് സ്കോർ ചെയ്യണം. അപ്പോൾ സ്കോർ ചെയ്യണമെങ്കിൽ അത് നേരത്തെ എടുക്കണം. നേരത്തെ ഒന്നും ടെൻഷനൊന്നും ഇല്ലാതെ അത് മര്യാദയ്ക്ക് പഠിച്ച് റിവൈസ് ചെയ്ത് ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ ചെയ്ത് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CSAT വളരെ ലാഘവത്തോടെ കണ്ടു. CSAT ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ജാനുവരി ലാസ്റ്റ് ആ ഒരു ടൈം, ജനുവരി പാതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്കൊന്നും അറിയത്തില്ല CSATനെ കുറിച്ചിട്ട്. എസ്പെഷ്യലി ഞാനൊരു മാത്സ് വീക്കായിട്ടുള്ള ഒരാളും കൂടിയാണ്. ഞാൻ വെറും ക്വാളിഫയിങ് ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് CSATന് ഇത്രയും ലാഘവത്തോടെ കണ്ടത് വളരെ പൊട്ട തീരുമാനമായി. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തിരുത്താൻ വേണ്ടിയിട്ട് ഞാനെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ, അതായത് ഈ ഒരു ടൈം പീരീഡിൽ തന്നെ CSAT ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകും. നമുക്കൊരു ഒരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഒരു 1 hour വെച്ച് കൊടുത്താൽ മതി. CSATന് 2-3 hour വെച്ചിട്ട് 2-3 hour വെച്ചിട്ട് CSATന് കൊടുത്താൽ മതി. CSAT ഈസി ആയിട്ട് തീർന്നോളും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതങ്ങ് പൊക്കോളും. പിന്നെ ചെയ്ത വേറൊരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ റൈറ്റിംഗ് ചെയ്യാത്തത് വളരെ വലിയ തെറ്റാണ്. ആൻസർ റൈറ്റിംഗ് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അതൊരു UPSC ഫോർമാറ്റിൽ തന്നെ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കണം. പിന്നെ ചെയ്ത തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് മേക്കിംഗ്. എനിക്ക് റിവൈസ് ചെയ്യാൻ നല്ലൊരു നോട്ടില്ലായിരുന്നു. ഞാൻ നോട്ട് മര്യാദയ്ക്ക് മേക്ക് ചെയ്തിട്ടുണ്ടായില്ല. ആ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് റിവൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനും. കാരണം നമുക്ക് ഫൈനൽ റിവിഷൻ്റെ സമയത്ത് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട് വായിക്കാൻ നമുക്കൊരു നേരം കിട്ടില്ല. സോ നമുക്കൊരു കൺസൈസ് ആയിട്ടുള്ളൊരു നോട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഞാനിപ്പോൾ നോട്ട് ഉണ്ടാക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ പ്രിപ്പറേഷനിൽ ഞാൻ എന്തായാലും നോട്ട് മേക്ക് ചെയ്യും. പിന്നെ ചെയ്ത തെറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഞാൻ ചെയ്തൊരു നല്ല കാര്യമുണ്ട്. ഒരു നല്ല കാര്യം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഹെൽപ്പ് ചെയ്ത നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ MCQs ഇപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുമായിരുന്നു. വിഷൻ, IS ബാബ, വാജറാം, റാവുസ് IS, പിന്നെ ഫോറം IS, പിന്നെ ഒരെണ്ണം മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവർ MCQ കറണ്ട് അഫയേഴ്സ് MCQയുടെ ആയിരുന്നു. ഞാൻ ഈ MCQ എവിടെ കണ്ടാലും ഞാൻ ആൻസർ ചെയ്യുമായിരുന്നു. എനിക്ക് ഒട്ടും അറിയത്തുണ്ടാവില്ല, പക്ഷേ ഞാൻ ആൻസർ ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാനത് എഴുതി വയ്ക്കുമായിരുന്നു. അതെനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പ്രിലിംസിൻ്റെ സമയത്ത്. കാരണം ഞാനങ്ങനെ MCQവിൽ ഞാൻ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ അതേപോലെ ഒന്നുമല്ല, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവിടെ വന്നായിരുന്നു. ഒരു REER എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്നായിരുന്നു. പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പിന്നെ മഷ്റൂംസ്, ഗുച്ചി എന്ന് പറഞ്ഞ ഒരു സംഭവം, അതൊക്കെ ഞാൻ കറണ്ട് അഫയേഴ്സിൽ കണ്ടായിരുന്നു. ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലായിടത്തും കാണുന്നത് ഇങ്ങനെ MCQs കണ്ടിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യുമായിരുന്നു. അത് കാരണം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറ്റിയ തെറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു മന്ത്ലി മാഗസിൻ ഫോളോ ചെയ്യുകയും തന്നെ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫോളോ ചെയ്തുമായിരുന്നു. അതായത് ഞാൻ ഫോറം ISൻ്റെ ഫോളോ ചെയ്യുമായിരുന്നു, IS ബാബയുടെ ഫോളോ ചെയ്യുമായിരുന്നു, വിഷൻ ISൻ്റെ ഫോളോ ചെയ്യുമായിരുന്നു. സോ ഇത് തെറ്റ്. ഇതൊക്കെ കവർ ചെയ്യാൻ ഒന്നാമത് സ്റ്റാൻഡേർഡ് ബുക്സ് കവർ ചെയ്തിട്ടില്ല, പിന്നെ കറണ്ട് അഫയേഴ്സിന് ഈ മാഗസിൻ നെക്ക. സോ ഞാൻ തിരിച്ച മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 ഞാൻ അവോയ്ഡ് ചെയ്തു. ഒരു മാഗസിൻ മാത്രം നോക്കി, പിന്നെ എൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് മാത്രമേ ഉള്ളൂ എനിക്കിനി കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് റിവൈസ് ചെയ്യുന്നത് PT 365 വാങ്ങിച്ചിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യും. മെയിൻസ് 365 വാങ്ങിച്ചിട്ട് അങ്ങനെ കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. പിന്നെ ഇത്രയാണ് നമ്മൾ. പിന്നെ അധികം മോക്ക് ടെസ്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാനപ്പോൾ വയ്യായിരുന്നു. അത് കാരണം തന്നെ ഞാനൊരു കുറച്ച് മോക്ക് ടെസ്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രിലിംസ് ടെസ്റ്റിന് ഞാൻ മോക്ക് ടെസ്റ്റ് എന്തായാലും ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. കാരണം മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല പ്രാക്ടീസ് കിട്ടും. എസ്പെഷ്യലി ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് സീസാറ്റിന് സംഭവിച്ചൊരു കാര്യം പറയാം. സീസാറ്റിന് സംഭവിച്ചൊരു കാര്യം പറയാമെന്ന് വെച്ചപ്പോഴാണ്, നിങ്ങൾ സീസാറ്റ് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് മാത്രം പഠിച്ചിട്ട് പോകരുത്. മാത്സ് അവോയ്ഡ് ചെയ്തിട്ട് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ മാത്രം പഠിച്ചിട്ട് പോകരുത്. പിന്നെ മാത്സ് മാത്രം പഠിച്ചിട്ട് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് അവോയ്ഡ് ചെയ്യാം എന്ന് വെച്ച് പോകരുത്. നിങ്ങളൊരു രണ്ടും തമ്മിലൊരു ബാലൻസ്ഡ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതായത് ഇച്ചിരി ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസും ഇത്തിരി മാത്സും പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം ഏത് സമയത്ത് ഏതാ പണി തരികയെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ കോംപ്രിഹെൻഷൻസിൽ നമ്മൾ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ നമുക്ക് സമയം പോകുന്നത് അറിയാൻ പറ്റില്ലടാ, പെട്ടെന്ന് ടൈം പോകും. എൻ്റെയൊക്കെ ഞാൻ വായിച്ചിരുന്നത് മനസ്സിലാക്കാൻ തന്നെ കുറേ നേരം എടുത്തു. അങ്ങനെ കുറേ ടൈം പോയായിരുന്നു. സോ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും ടൈമർ ഇട്ട് വേണം. അതൊരു ശീലമാക്കണം. നിങ്ങൾക്ക് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടും ഒരു ടൈമറിൻ്റെ ആപ്പുണ്ട്. അത് ഇട്ടിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ നേരത്ത് എപ്പോഴും നിങ്ങൾ ചെയ്യണം ടൈമർ. കാരണം എനിക്ക് പറ്റിയ തെറ്റാണ്. സീസാറ്റിലായാലും മറ്റേ GSലായാലും പറ്റിയത്. എനിക്ക് ടൈം ഒട്ടും തികഞ്ഞിട്ടില്ല. എൻ്റെ ഇത് തെറ്റുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളും അത് ആവർത്തിക്കാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. UPSC ആൻസർ എഴുതുന്ന സമയത്ത് ആ എക്സാം ഹാളിൽ ഇരിക്കാൻ നേരത്ത് ആ ടൈം നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് കിട്ടും മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. സോ ഇത്രയും മിസ്റ്റേക്കാണ് ഞാൻ UPSCയിൽ ചെയ്തത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ മിസ്റ്റേക്കെല്ലാം തിരുത്തിയിട്ട് എൻ്റെ ഫൈനലായിട്ട് എൻ്റെ അറ്റംപ്റ്റ് കൊടുക്കാനാണ് 2025 എൻ്റെ അറ്റംപ്റ്റ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് എൻ്റെ UPSC ജേണിയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കാണുന്നതിൽ നിങ്ങളും UPSC എഴുതിയ ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ജേണി പറയാൻ പറ്റുമെങ്കിൽ ഒരു ഷോർട്ടായിട്ട് നിങ്ങളുടെ ജേണിയും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.